പ്രസാദ് സാറാണ്. സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലം, ജില്ലാ പ്രസിഡന്റ് സൂര്യനയ്യ, ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ, നമ്മുടെ മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും സ്നേഹവും സ്വാഗതം ചെയ്യണം. അതുകൂടെ നമുക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ താഴെ യൂണിറ്റുകളുടെ സഹകരണത്തോടെ ചെയ്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ ക്യാമ്പും ക്ഷേമനിധി കുടിശ്ശിക നിവാരണ ക്യാമ്പാണ്. അതിൽ നിങ്ങളെല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കണം. എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി. അതോടൊപ്പം നമ്മുടെ സംഘടനാ അംഗങ്ങൾക്കും അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഏതൊരു ആവശ്യ സാഹചര്യത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും നന്ദി ചെയ്യുന്നു. അച്ഛൻ എന്ന് പറയുന്നത് നീ 14 വർഷം കാട്ടിൽ പോകണോ? അപ്പോൾ അനുജൻ ലക്ഷ്മണൻ രാമൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? നമ്മൾ ആരാണ്? മുനികുമാരന്മാരാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കോപപ്പെടാൻ പാടില്ല. അടങ്ങു കുമാര, അടങ്ങ് സഹോദര, അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കാൻ നിർബന്ധിതരായിരിക്കും എന്ന് പറഞ്ഞ് അയാളെ സ്വാധീനപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസം ഒരു വീട്ടില് ഒരു കൊലപാതകം ഉണ്ടായി. എന്താണ്? അച്ഛനും ചേട്ടനും അനുജനും തമ്മിൽ TV കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിമോട്ടിനെ ചൊല്ലി, ചാനൽ മാറ്റുന്നതിനെ ചൊല്ലി റിമോട്ടിന്റെ തർക്കത്തിന് വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊല്ലുകയും ചെയ്തു. ഈ കേരളത്തിൽ നടന്ന സംഭവമാണ്. എത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. TV-യിലെ ചാനൽ മാറ്റുന്നതിനെ ചൊല്ലി ഒരു സഹോദരന്മാർ തമ്മിൽ ചെറിയൊരു വഴക്ക്, ഒരു പിണക്കത്തിൽ തുടങ്ങി അത് കൊലപാതകത്തിൽ കലാശിച്ചെങ്കിൽ മനുഷ്യന്റെ കോപാഗ്നി എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഒരു തത്വജ്ഞാനമാണ്. എന്താണ്? ഈ ഇവിടെ ചെന്നിട്ട് ഈ സീതയെ അന്വേഷിച്ച് രാമൻ പോകുമ്പോ ലങ്കയിൽ ചെന്നിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. രാവണനുമായി യുദ്ധം നടക്കുമ്പോ യുദ്ധത്തിൽ രാവണന്റെ തലപ്പാവ് പോയി, അദ്ദേഹത്തിന്റെ ഗത പോയി, രഥത്തിന്റെ ചക്രം കൂടി താഴെ വീണു. അദ്ദേഹം വലിയ കുരിഞ്ഞ യുദ്ധം ഉണ്ടായി. താഴെ വീണ് കിടക്കുമ്പോ യുദ്ധം ചെയ്ത് നിങ്ങൾ ക്ഷീണിച്ച് താഴെ കിടക്കുകയാണ്. യുദ്ധം ചെയ്യുന്ന ക്ഷീണിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നത് ധർമ്മമല്ല എന്ന് പറയുകയാണ്. യുദ്ധത്തിന്റെ ഒരു ധർമ്മമാണ്. ക്ഷീണിച്ചു കിടക്കുന്ന ഒരാളിനെ തോൽപ്പിക്കാൻ എളുപ്പം കഴിയും. ആ ഒരു ധർമ്മം, അങ്ങനെയുള്ള ധർമ്മങ്ങൾ ഇന്ന് ഉണ്ടോ എന്ന് സങ്കല്പിക്കേണ്ടിയിരിക്കും. സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വയസ്സുള്ള കുട്ടി ഒരു വാക്ക് പറയണമെന്നാണ്. 2 വാക്കുള്ള കുട്ടി 2 വാക്ക് ചേർത്ത് പറയണം. 3 വയസ്സുള്ള കുട്ടി 3 വയസ്സ് ചേർത്ത് ഉച്ചരിക്കണം. അങ്ങനെയാണ് അവരുടെ കണ്ടുപിടുത്തം. അങ്ങനെ വേണം. ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിയും മിണ്ടത്തില്ല. സൈക്കാട്രിസ്റ്റ് കൊണ്ടുവരികയാണ്. കുട്ടി മിണ്ടുന്നില്ല. കാരണം എന്താണ്? അവൻ കാണുന്നത് മൊത്തവും ഈ ഇതിനകത്തുള്ള മൊബൈലിനകത്തുള്ള ഗെയിമാണ്. അമ്മ ചോറ് കൊടുക്കുന്നതും അവനെ കളിപ്പിക്കുന്നതും അവനെ നിർബന്ധിക്കുന്നതും അവനെ വഴങ്ങിപ്പിക്കുന്നതും എല്ലാം ഇതിനകത്തുള്ള ഓരോ കാര്യം കാണിച്ചു കൊടുത്താണ്. ആരോടും ആ കുട്ടിക്ക് സല്ലാപമില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? ചന്ദ്രനെ കാണിച്ചും ചാത്താമമായ കാണിച്ചും അനാറക്കണ്ണനോട് പിന്നിരിപ്പിച്ചും തുമ്പിയോട് കൂട്ടുകൂടിയും പുഷ്പങ്ങളെ കൊണ്ട് പൂവറിച്ചും പാട്ടുപാടിയും താലോലിച്ചും ഒക്കെയാണ് നമ്മളെ പരിലാളിച്ചിരുന്നതെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം അന്ന് വളരെ ഊഷ്മളമായി കൂട്ടിയുറപ്പിച്ചു. ഇന്നത് മാറിയിരിക്കുകയാണ്. ഇന്ന് കുടുംബത്തിലേക്ക് ഭർത്താവും ഭാര്യയും 2 കുട്ടികളും മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് അവരെ ആത്മബലം നൽകുന്ന കുട്ടിക്ക് ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുവാനോ പ്രകൃതിയോട് പിന്നിരിക്കുവാനോ സല്ലപിക്കുവാനോ ഒന്നും അവന് വേദിയില്ല. ഒരു രാഷ്ട്രബോധം ഉണ്ടാകുമോ? പൗരബോധം ഉണ്ടാകുമോ? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകുമോ? ഒന്നുമില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഇനി നമ്മുടെ കുട്ടികളാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത് എന്നുള്ള ബോധ്യം നമ്മളൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങളും ഞാനും എല്ലാം ജീവിക്കാൻ വേണ്ടിയാണ് ഈ കോട്ടിട്ടോട് ഞാൻ നിൽക്കുന്നതും നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും. എന്ത് ഒരു മനോധർമ്മത്തിലാണ് നമ്മുടെ കുട്ടി നമ്മളെ സംരക്ഷിക്കും. നമ്മൾ പ്രായമാകുമ്പോൾ, നമ്മൾ 10, 5, 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രായമാവും, നമുക്ക് തളർച്ച വരും, മനസ്സും ശരീരവും ഒക്കെ വിഴയും. അപ്പോ നമ്മളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? അയൽക്കാരനാണോ? ആരാണ് പറ?
വളരെ വലുതുമാണ്. എന്താണ് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെല്ലാം തന്നെ എന്താണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ഹോസ്പിറ്റലുകളിലും കുറെ ആൾക്കാരൊക്കെ മരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മദ്യോപയോഗ ാണ് ഈ മദ്യം കൊണ്ടുവരുന്നത്. അവര് യഥാർത്ഥത്തില് 15ാം നൂറ്റാണ്ടിൽ ഇവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മദ്യം അവര് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു മന്ത്രിയൊക്കെ നിയമിച്ചിട്ട് അവർ എന്ത് ചെയ്തു, ഇതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്തു, ഇതിന് ടാക്സ് ഏർപ്പെടുത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് മദ്യോപശാലകൾ തുടങ്ങി, ഡിസ്റ്റിലറികൾ എന്ന് പറയും. ഒരു മന്ത്രിയെ തന്നെ നിയമിച്ചു, പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു, കൂടുതൽ സ്ഥലത്ത് മദ്യോപയോഗം തുടങ്ങി, ടാക്സ് കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ എന്തുപറ്റി? മദ്യം നമ്മുടെ സോഷ്യൽ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് ഏതൊരു ചടങ്ങിനും മദ്യം ഇല്ലാത്ത, മരണത്തിൽ പോലും മദ്യം കടന്നു വന്നിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അത് ഫോട്ടോഗ്രാഫി പോലുള്ള ഒരു പ്രൊഫഷണലിസത്തിന്റെ പങ്ക് വളരെ വലുതാണ്. നിങ്ങളും മദ്യത്തിൽ നിന്ന് അകന്നിരിക്കണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും ഇടപെടലുകളും നിങ്ങളും മദ്യത്തിനെതിരെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും അതിലേക്ക് ഒരു പുസ്തകം സംഭാവന ചെയ്യുന്നു. ഞാനൊരു എഴുത്തുകാരനും കൂടിയാണ്. ഒരു പുസ്തകം. അപ്പൊ അതോടൊപ്പം തന്നെ ഈ മദ്യത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇതൊക്കെ മുടങ്ങിപ്പോകും. ഞാൻ എന്റെ മാനേജർ കൂടിയാണ്. നമുക്ക് സംഘടിപ്പിക്കാം. അതിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ലക്ഷ്യം ഇതായിരിക്കണം, ലഹരി അകറ്റി നിർത്തുക. അത് ഈ കൂട്ടയോട്ടം അങ്ങനെയുള്ളതൊന്നും വേണ്ട. സൈക്കിൾ റാലി അതൊക്കെ പുറത്തിഷ്ടം പോലെ നടക്കുന്നു. നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സംഭാവന ചെയ്യാൻ എന്ത് കഴിയും? നിങ്ങളുണ്ടെന്ന് അറിയണം. നിങ്ങളുടെ സ്പേസ് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്ന് പ്രവചിക്കാൻ സാധിക്കാത്തതിന് പ്രവചനാതീതമാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ അതിന് ആ കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടിയാണ് സംഘടന സംസ്ഥാനത്തിൽ സാന്ത്വനം പദ്ധതി എന്നുള്ള ആ ഒരു മഹത്തായ പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പൊ അതിൽ അംഗങ്ങളായ നമ്മളൊക്കെ ഇല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ സാന്ത്വനം പദ്ധതിയിൽ അംഗങ്ങളാകുന്നവരും ഇനി അംഗങ്ങളാകാൻ പോകുന്നവരും ഓരോ സാന്ത്വനം പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഓരോ ഫോട്ടോഗ്രാഫർമാരുടെയും വിയോഗം നമുക്കൊക്കെ തീരാവുന്ന ായിരിക്കണം അത് ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അതുപോലെ അവിടെ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മുൻകൂട്ടി പെർമിഷൻ വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിവാദമായ ഒരു പ്രസ്താവന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചതായിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി താമരശ്ശേരി ബിഷപ്പിനെയും സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് സംസാരിക്കുകയും അതേക്കുള്ള നമ്മുടെ ആശങ്ക അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു സർക്കുലർ അത് ഏറ്റവും ബാധിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫി തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ്. അപ്പോ അദ്ദേഹം ആ ഒരു ബിഷപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് ഫോട്ടോഗ്രാഫർമാർ അവരുടെ സംഘടന മാത്രം മാറി ചിന്തിക്കാതെ ഒരു ഫോട്ടോഗ്രാഫർമാർ അവിടെ വെച്ച് ആരാധനാലയങ്ങളിൽ വന്ന് എന്തെല്ലാമോ ഗോഷ്ഠികൾ കാട്ടിക്കൂട്ടുന്നു. അപ്പൊ അതിനൊരു നിയന്ത്രണം വേണം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയത്. അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ അത്തരത്തിലൊരു മതവിഭാഗത്തിന് മാത്രം ഫോട്ടോ എടുത്താൽ മതി എന്ന രീതിയിലല്ല അവർ ഉദ്ദേശിച്ചത് എന്നാണ് നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതിന് ഏറ്റവും അതിന് പ്രചോദനം അല്ലെങ്കിൽ കാരണമായത് നമ്മുടെ ഇത്തരത്തിൽ നമ്മുടെ സംഘടനയിൽ പെടാത്ത നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ നിന്ന് പുതുതായി കടന്നു വരുന്ന എന്തെല്ലാം പേക്കൂത്തുകൾ കാട്ടിക്കൊണ്ട് വളരെ വൃത്തിഹീനമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ബർമുട ഉൾപ്പെടെ മറ്റു കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പവിത്രമായ ഒരു മംഗള കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ധരിച്ചുകൊണ്ട് ആ ചിത്രീകരണം നടത്തുന്ന വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരും അവിടെ കാട്ടിക്കൂട്ടുന്ന വിക്രയങ്ങളാണ് അത്തരത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാൻ ആരാധനാലയ അധികൃതരെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായും അതിലുള്ള കാര്യങ്ങളൊക്കെ അവരെ നമ്മുടെ സംഘടന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി അത്തരത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മുൻകൂട്ടി അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ആരാധന അധികൃതരെ അറിയിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും വളരെ മാന്യമായ രീതിയിൽ ആ പരിപാടി കവർ ചെയ്യാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കും എന്ന് നമ്മുടെ സംഘടന. എത്രയോ പുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ഓരോ സ്ഥലങ്ങളിലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ നമ്മളൊക്കെ പാലിക്കണമെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ ഇതിൽപ്പെട്ട പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും അത്തരത്തിലൊരു
ചിന്താഗതിയുമായി പോകുന്ന ആൾക്കാരല്ല. എന്നാലും നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു മുൻകരുതൽ നമ്മൾ പല ആരാധനകളിലും ഏത് രീതിയിലാണ് നമ്മുടെ പവിത്രമായ ആ ചടങ്ങുകൾ പകർത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ സമൂഹത്തിൽ പുതിയ പുതിയ ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ, പുതിയ പുതിയ ഷൂട്ട് സ്റ്റൈലുകൾ, പിന്നെ ഫോട്ടോഗ്രാഫി ഷൂട്ടിംഗ്, അതിന്റെ ശൈലികൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ബുക്ക് ചെയ്ത് കുറെ ആൾക്കാർ വന്ന് കുറെ ഫോട്ടോകൾ എടുത്തു. ആകെ നമുക്ക് കിട്ടിയ കുറെ ഫോട്ടോകൾ വരനും വധുവും കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതുമായ കുറെ പടങ്ങൾ മാത്രമാണ്. അത് ചിലപ്പോ ആ ചെറുക്കനും അല്ലെങ്കിൽ പെണ്ണിനും വളരെ ഇഷ്ടപ്പെടുന്ന പടങ്ങളായിരിക്കാം. പക്ഷെ ഫാമിലിയായ ഒരു ഗ്രൂപ്പ് ഫോട്ടോവോ അല്ലെങ്കിൽ ഒരു അച്ഛന്റെയോ വയസ്സായ ഒരു അപ്പൂപ്പന്റെയോ നല്ല ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോമോ ആ വ്യക്തികൾ അത് മരണപ്പെടുമ്പോൾ, ആ അപ്പൂപ്പ മരണപ്പെടുമ്പോൾ എല്ലാം ചെയ്യാൻ വേണ്ടി ഒരുപാട് നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആകെയുള്ളത് കുറെ വധുവിന്റെയും വരന്റെയും കുറെ പടങ്ങൾ മാത്രം, ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും അങ്ങനെ മാത്രം. ആ രീതിയിലേക്ക് ഫോട്ടോഗ്രാഫി കേന്ദ്രീകരിക്കുന്ന ഒരു തലമുറയാണ് ഫോട്ടോഗ്രാഫിയുമായി ഇപ്പോൾ കടന്നു വന്നത്. തീർച്ചയായും നമ്മളൊക്കെ പ്രൊഫഷണലായി ഫോട്ടോഗ്രാഫർമാരും ഈ മേഖലയിൽ ഒരുപാട് പാരമ്പര്യമുള്ള ഫോട്ടോഗ്രാഫർമാർ. നമ്മൾ ഒരിക്കലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബനാഥനെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെ എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളൊക്കെ അത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ നമ്മൾ മെനക്കെടാറുള്ളൂ. നമ്മൾ പുതിയ മാറ്റങ്ങളെ തീർച്ചയായും ഉൾക്കൊള്ളണം. പുതിയ പുതിയ ഫോട്ടോഗ്രാഫി ഷൂട്ട് സ്റ്റൈലുകൾ നമ്മൾ പിന്തുടരണം. നമ്മൾ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നല്ല ചിത്രങ്ങൾ നൽകിയാൽ മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കൂ എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തീർച്ചയായും പുതിയ പുതിയ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്ന പുതിയ പുതിയ ഷൂട്ടിംഗ് സ്റ്റൈലുകൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മൾ പഴമയെ മറന്നുകൊണ്ടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ മറന്നുകൊണ്ടും ഒരു ഫോട്ടോഗ്രാഫി നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ മൊത്തം ഒരു വർക്ക് കവർ ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് കൂടി നമ്മൾ ആ ഒരു കണ്ണ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം സെക്രട്ടറി രാജേന്ദ്രൻ വിജയൻ, വേദിയിലിരിക്കുന്ന നമ്മുടെ മുതിർന്ന വയനാട്, അതുപോലെ തന്നെ വൈദ്യപ്പണ്ണ, നിർമ്മലാക്ഷട്ടൻ, ബാക്കി എല്ലാ മേഖലാ കമ്മിറ്റിയാണ് ഞങ്ങൾ. നമ്മളിപ്പോൾ 41 ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന 5 മേഖലാ സമ്മേളനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. 4 മേഖലാ സമ്മേളനം കഴിഞ്ഞ 5ാമത്തെ സമ്മേളനം കാർഡ് സമ്മേളനമാണ് കാസർഗോഡ് മേഖലാ സമ്മേളനം. അപ്പൊ ഇതുവരെ കഴിഞ്ഞതിൽ നല്ല രീതിയിൽ ഇപ്പൊ അതിന്റെ പ്രകടനമായിട്ട് നല്ല രീതിയിലുള്ള പ്രകടന കേസാണ് മേഖലാ സമ്മേളനം ഇപ്പോൾ നടത്തുന്നത്. അത് പറയാൻ പറ്റില്ല. ഭയങ്കര സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞു, ആളുകൾ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. അതിന്റെ കൂടുതൽ നല്ല ഇതുവരെ 4 മേഖലാ സമ്മേളനത്തിൽ അംഗസംഖ്യ കൂടുതലുള്ള മേഖല കാസർഗോഡ് മേഖലയിലാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ പല പ്രവർത്തനം ജില്ലാ സമ്മേളനം നമ്മൾ കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ്, വ്യാപാരം വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തലേന്ന് വന്നിട്ട് എല്ലാം എന്താ വേണ്ട സഹകരണം നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മളിത് ക്ലബ്ബാക്കിയിട്ട് അത് നൃത്തമാണ് നമുക്ക് അറിയുന്നത്. ഇത്രയെല്ലാം കളിയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ ബാഡ്മിന്റൺ സംസ്ഥാന തലത്തിൽ പോയപ്പോഴെ മനസ്സിലായി. കാരണം ഇത് പരിശീലനത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയത്. അപ്പോൾ നിലവിൽ പറ്റുന്ന ആൾക്കാരെല്ലാം മെമ്പർഷിപ്പ് എടുക്കുക, അതിൽ ആ ഗ്രൂപ്പിൽ കൂടി ചർച്ച ചെയ്യുക, എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക. ഇപ്പോൾ ഇല്ലാത്തവരാ ഞങ്ങൾ ഈ മെമ്പർഷിപ്പ് ആയവർ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഡിസംബർ 2-3 ക്രിക്കറ്റ് പിന്നെ ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിനനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരമുണ്ട്. ഒന്ന് പിള്ളേർക്കാല, പിന്നെ വീഡിയോഗ്രാഫി എല്ലാവരും ഇപ്പോൾ രാജൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഞങ്ങൾ മേഖലയുടെ എല്ലാ മെമ്പർമാരും ഫോട്ടോകൾ അയച്ച് വിജയിക്കും. ഏറ്റവും സന്തോഷകരമായ ഒരു സദസ്സാണ്. ജില്ലാ സമ്മേളനത്തിനേക്കാളും കൗൺസിൽ എന്ന ഒരു സമ്മേളനമാക്കി മാറ്റുന്ന മേഖലാപരമായിട്ട് എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസിച്ചു. മാത്രമല്ല വെൽഫെയറിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അതിന്റെ ചാർജ് വെൽഫെയറാണ്. വെൽഫെയറിനെ കുറിച്ചിട്ട് സപ്പോർട്ട് നന്നായി ചെയ്യാൻ പറ്റിയത് നമ്മുടെ സാമൂഹിക സംഘമായ എല്ലാവരും സപ്പോർട്ട് നന്നായിരുന്നു. ഞങ്ങൾ കടന്നു ഇന്നത്തെ മേഖലാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
മേഖല പ്രസിഡന്റ് അതുപോലെ തന്നെ എൻ്റെ ഉദ്ഘാടകൻ രാഷ്ട്രീയ കമ്മീഷണർ ആത്മസാദ് അദ്ദേഹത്തെ നമ്മുടെ മുഖ്യ പ്രവർത്തനം നടത്തിയ സംസ്ഥാന സെക്രട്ടറി ആരിഷ് പാൽ അദ്ദേഹത്തിന് ആശംസ അറിയിച്ച സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഏരിയ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ വിവിയെ അദ്ദേഹത്തെ നന്ദി അറിയിച്ചു. ഇൻചാർജ് കാസർഗോഡ് നഗര ഇൻചാർജ് ഷെരീഫ് റഹ്മാൻ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊള്ളുന്നു. ജില്ലാ സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ യതീഷ് രാമ വീഡിയോ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊള്ളുന്നു. ജില്ലാ നാച്ചുറൽ ക്ലബ് സബ് കോർഡിനേറ്റർ സഞ്ജീവ് റായ് ജില്ലാ ബ്ലഡ് ഡോണേഴ്സ് കോർഡിനേറ്റർ സുരേന്ദ്ര ജില്ലാ ട്രഷറർ പ്രദീപ് കാൽബസ് അദ്ദേഹത്തിന് അന്വേഷിച്ചുകൊള്ളുന്നു. ദേവി വർഗീസ് അവർക്ക് അന്വേഷിച്ചുകൊള്ളുന്നു. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ
Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.